നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ശേഷം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചില പ്രതികരണങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പൊതു ചർച്ചയാണ്, വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഇടത് വലത് മുന്നണികൾ ഒരുപോലെ പ്രീണനം നടത്തുന്നുവെന്ന അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് വലിയ വിവാദങ്ങൾക്കും എതിർപ്പുകൾക്കും ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നമ്മളോടൊപ്പം ചേർന്നു. സ്വാഗതം. അങ്ങയുടെ പ്രതികരണം, അതായത് മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന ഒരു പ്രതികരണം അങ്ങ് നടത്തിയല്ലോ ഇത് ഇലക്ഷൻ ശേഷം ഫലം വന്ന്. ഭൂരിപക്ഷ, അതായത് ന്യൂനപക്ഷ പ്രീണനവും അതിൽ കൂടുതൽ മുസ്ലിം പ്രീണനവും കണ്ടുപിടിച്ചത്. ഭൂരിപക്ഷ ഒരു ഭാഗത്ത് നിന്ന് ന്യൂനപക്ഷ പ്രീണനം, അതോടെ തന്നെ മുസ്ലിങ്ങൾക്ക് കൂടുതൽ പ്രീണനം. അപ്പോൾ അത് ഈ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട്, നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്താമോ എന്ന വിമർശനമാണ് അങ്ങക്കെതിരെ സമുദായത്തിൽ നിന്ന് പോലും ചില ആളുകൾ ഉന്നയിക്കുന്നത്. പറയാം, നവോത്ഥാനത്തിന്റെ ലക്ഷ്യവും SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ലക്ഷ്യവും രണ്ടാണ്. അടിച്ചമർത്തപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട അവശലക്ഷങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ട ഒരു സമര സംഘടനയാണ് SNDP യോഗം. നിവർത്തന പ്രക്ഷോഭം നടത്തിയ ആരാണ്? SNDP യോഗം നടത്തിയില്ലേ? സംവരണത്തിന് വേണ്ടി സമരം നടത്തിയ ആരാണ്? അതുപോലെ അവകാശങ്ങൾ നേടുന്നതിന് വേണ്ടി കുമാരനാശാൻ സെക്രട്ടറിയായിരുന്ന കുമാരനാശാനെ പ്രജാസഭയിലേക്ക് ഗുരുദേവൻ പറഞ്ഞയച്ചതിന് വേണ്ടിയിട്ടാണ്. തിരുവിതാംകൂറിൽ ജോലി കൊടുക്കണം, എക്സൈസിലില്ല, പോലീസിലില്ല എന്നും പറഞ്ഞ് അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നൊരു സമര സംഘടനയാണ് SNDP യോഗം. അതുകൊണ്ട് SNDP യോഗത്തിൽ നിന്ന് പറഞ്ഞാൽ ജാതി വിവേചനം ഉണ്ടായതുകൊണ്ടാണ്, ജാതി വികാരം ഉണ്ടായി. ആ വികാരത്തിൽ നിന്ന് ഉടലെടുത്ത SNDP യോഗം ജാതി പറയും, നാളെ പറയുകയും വേണം. എൻ്റെ സമുദായം എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടല്ലേ കുമാരനാശാനും എത്രയോ പ്രാവശ്യം പ്രസംഗിച്ചിരിക്കുന്നു. ജാതി ചോദിക്കരുതെന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. അത് എങ്ങനെ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ജാതിയുടെ പറയലിൽ ഇവിടുത്തെ പിന്നോക്ക അധസ്ഥ വർഗങ്ങളെ മുന്നോക്കക്കാര് അടിച്ചമർത്തിയപ്പോൾ ജാതി ചോദിക്കല്ലേ, പറയല്ലേ, ചിന്തിക്കല്ലേ എന്ന് അവരെ ഉപദേശിച്ച് പറഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ട് വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് മുഴുവൻ ജാതി നോക്കി ജാതി സംവരണം ഇവിടെയില്ലേ? ഇവിടെ 140 സീറ്റുണ്ട്, അതിൽ 14 സീറ്റ് പട്ടികജാതി പട്ടികവർഗത്തിന് MLA-മാരെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ? ഇവിടെ തന്നെ MP-മാരെ ജാതി സംവരണം കൊടുത്തിട്ടില്ലേ? അപ്പം ജാതി വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം, അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ ജാതി വ്യവസ്ഥ എഴുതിയെടുത്തോളം കാലം, ജാതി സംവരണം നിലനിൽക്കുന്നിടത്തോളം കാലം ജാതി പറയുന്ന അഭിമാനമാണ്, അപമാനമല്ല. പക്ഷെ അതിൻ്റെ പേരിൽ പരസ്പരം വാളെടുക്കാനല്ല. ജാതിഭേദം മതദ്വേഷ ഭേദമില്ലാതെ സർവ്വരും സോദരത്തേന കഴിയണം. അപ്പോൾ ഈ ജാതി ഭേദചിന്ത പാടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ മുസ്ലിം പ്രീണനം എന്നൊരു വാദം അങ്ങേപ്പോലെ ഒരാൾ ഉന്നയിക്കുമ്പോൾ അത് സമൂഹത്തിൽ വലിയ തോതിൽ ഒരു പ്രശ്നങ്ങളുണ്ടാകും. കാരണം സാഹോദര്യത്തോടെ ജീവിക്കുന്ന സമുദായങ്ങൾക്കിടയിൽ ഒരു വിദ്വേഷം പടർത്തുന്നതാണ് എന്ന വിമർശനമാണ് പല കോണുകളിലും ഉയർന്നത്. അത് വിദ്വേഷം പറയപ്പെടുകയല്ലേ? നിങ്ങൾ ഉള്ള സത്യം പറയുമ്പോൾ അത് വിദ്വേഷമായിട്ട് വേണ്ട. മുസ്ലിങ്ങൾ അവർ സമചിത്തയോടും ക്ഷമയോടും ചിന്തിച്ചാൽ, ഞാൻ പറഞ്ഞത് അവർ സത്യമായും മനസ്സിലാക്കണം. അവർ വിദ്വേഷചിന്തയോടുകൂടി ചിന്തിക്കരുത്. ഈ മോങ്ങായിരുന്ന പട്ടിയെടുത്തല്ല തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ എന്തിനിങ്ങനെ മോങ്ങായിരുന്ന തട്ടിയെടുത്ത് തേങ്ങ വീഴുന്ന രീതിയിലാകരുത്. എന്നെ വിമർശിക്കണമെന്ന് കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് കിട്ടിയൊരു ആയുധമായിട്ട് പറയാം. ഞാൻ എന്താ പറയുന്നത് കേൾക്ക്. മുസ്ലിങ്ങൾക്ക് അവർ തള്ളിയാൻ പറഞ്ഞോ? ക്രിസ്ത്യാനി ഞാൻ തള്ളി പറഞ്ഞോ? ന്യൂനപക്ഷങ്ങൾക്ക് സർക്കാരുകൾ ആനുകൂല്യങ്ങൾ അവർക്ക് പ്രത്യേക പരിഗണനയും പരിരക്ഷ കൊടുക്കുന്നു. അതിന് തെളിവെന്താണ്? തെരഞ്ഞെടുത്ത് വരുന്ന MP-മാരെ MLA പറ്റി ഞാനൊന്നും പറഞ്ഞല്ലോ. നോമിനേറ്റ് ചെയ്ത് വന്ന 9 പേരിൽ 7 പേരും ന്യൂനപക്ഷമാണ്, അതിൽ 5 പേരും മുസ്ലിങ്ങളാണ്. അപ്പോഴും ഇവിടുത്തെ പിന്നോക്കക്കാരനും പട്ടികജാതിക്കാരനും അതിനകത്തൊന്നുമില്ല. CPI അവർക്ക് ആകെ തപ്പിയാൽ പോലും അതിനകത്ത് 10 മുസ്ലിം ഇല്ല. എന്നിട്ടും അവർ കൊടുത്ത ആർക്കാണ്? മുസ്ലിമിനാണ് കൊടുത്തത്. അതോടൊപ്പം തന്നെ UDF കൊടുത്താറുക മുസ്ലിമിനാണ് കൊടുത്തത്. കോൺഗ്രസ് എന്ത് വന്നാലും തൻ്റെ ഇടമായിട്ട് നിൽക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീറ്റ് ആർക്ക് കൊടുത്തത്? കേരള കോൺഗ്രസിനുണ്ട്. അല്ല, ഈ മുസ്ലിങ്ങൾക്ക് ഇപ്പം രാജ്യസഭാ അംഗത്തിൽ ഭൂരിപക്ഷം കൊടുത്തു, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷം ഈ പരിഗണന നൽകിയെന്ന് പറയുമ്പോഴും ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. ഇപ്പോൾ BJP-യുടെ ഭരണം വന്നപ്പോൾ തീരെ വളരെയധികം കുറഞ്ഞു. അത് മേടിച്ചോളണം, അതിനാരും എതിരല്ല. അതിന് ഇവിടെ ഞങ്ങൾക്ക് 20 പേർക്കെല്ലാം ഉണ്ട്. അവർക്ക് പരിഗണന കൊടുത്തോ? അവിടെ മേടിച്ചോട്ടെ, ആര് നമ്മൾ എതിരുണ്ട. ഇപ്പം തന്നെ ഞാൻ ചില സത്യങ്ങൾ പറയുമ്പോൾ ഞാൻ മുസ്ലിം വിരോധിയായി എന്നെ അണിയിടിക്കാനല്ല നോക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്ക്, ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയിൽ ശ്രീനാരായണ ഗുരുവിനെ അറിയാവുന്ന ഒരാളെ വെക്കാതെ മറ്റൊരാളെ കൊണ്ടുവച്ചു. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? എൻ്റെ സമുദായത്തിലൊരാൾ ഇന്ന് യൂണിവേഴ്സിറ്റിയില്ല എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്താ ഇത് മുസ്ലിം വെച്ചു.
വെച്ചത് പോട്ടെ, അദ്ദേഹം എന്തേ രാജിവെച്ച് പോയി? അദ്ദേഹം അതിനുള്ള യോഗ്യത പോലും ഇല്ലായിരുന്നു. അത് വെച്ച് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിന് എതിർക്കാൻ എത്ര കാര്യം ഉണ്ടായിരുന്നു? LDF ആണ് വെച്ചത്. UDFിലെ മുസ്ലിം ലീഗുകാരോട് ചേർന്ന് രണ്ടുപേരും കൂടി ഇട്ടില്ലാത്ത അച്ഛന് തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ എന്നെ കുറ്റം കണ്ട് എന്നെ എന്നാണ് കുറ്റം കാണാൻ തുടങ്ങിയത്? നിങ്ങൾ നന്നാലോചിക്കും. ഞാൻ ഇവരോടൊപ്പം നടന്നതല്ലേ. പിന്നെ പിന്നോക്ക സമുദായ മുന്നണി എന്നൊക്കെ പറഞ്ഞ്, സംരക്ഷണ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഇവരോടൊപ്പം ഞാൻ ഒരുപാട് സഞ്ചരിച്ചില്ലേ. എന്നെക്കൊണ്ട് ഒരുപാട് ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾ മുടക്കിച്ചില്ലേ. ഇവരുടെ കൂടെ നടന്നതല്ലേ. എന്നിട്ട് ഇവരെന്ത് ചെയ്ത്? അവരവരുടെ കാര്യം സാധിച്ചു. മുസ്ലിം ലീഗുകാർക്ക് PSCയിൽ പോരാത്തത് അവർ മേടിച്ചുകൊണ്ട് പോയപ്പോൾ എൻ്റെ സമുദായത്തിന് എന്ത് മേടിച്ചത്? ഇവർ ഭരണത്തിൽ കയറിയല്ലോ. ഭരണക്കൃത്യപ്പോൾ എന്തും പറഞ്ഞാണ് ഞങ്ങളെല്ലാം ഈ ഇവിടുത്തെ അധികാരങ്ങൾ എല്ലാം സാമൂഹ്യ നീതി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സംവരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞ് ഗൗരിയമ്മയുടെ ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാം നടന്നത്. ഭരണത്തിൽ വന്നിട്ട് മലപ്പുറത്ത് ഒരു കുടിപ്പള്ളി കൊണ്ടുവന്നതാണ്, വയനാട് ഞങ്ങൾക്ക് വന്ന, കാസർഗോഡ് വന്ന, ഇവർ തന്നെ എല്ലാം ഉത്തരവെടുത്തത്. പിന്നെ അവർക്ക് വേണ്ടിയിരുന്നത് എന്താണ്? ഞാനെന്ന് പറഞ്ഞ് നായാടി തൊട്ട് നമ്പൂരി വരെയുള്ളവരുടെ ഒരു കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നായരും നമ്പൂരിനെ ചീത്ത പറയണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അത് ഞാൻ തയ്യാറല്ല. നായരും നമ്പൂരിനെയും ചീത്ത പറയാൻ എന്നൊരു ആയുധമാക്കി എടുക്കാൻ അവർക്കും താല്പര്യമുണ്ടായിരുന്നു. ഞാനത് നിന്നില്ല. അതോടുകൂടി ഞാൻ അതിൽ നിന്ന് പിരിഞ്ഞപ്പോൾ എന്താണ്, അബ്ദുൽ ഗഫൂറിന് വരെ എന്നെ കൊള്ളുകാരൻ, എന്നെ ഇപ്പോൾ കള്ള് മണക്കുന്നു. എന്നെ കൂടെ നടന്നപ്പോൾ എൻ്റെ കള്ളിൻ്റെ ഒരു മണം ഇല്ലായിരുന്നില്ല. അന്ന് എല്ലാം മല്യം എടുക്കണമായിരുന്നില്ല. അതിനുവേണ്ടി ഇഷ്ടംപോലെ കാശ് എടുക്കുന്ന വേണ്ടി ചേരുവാക്കിയിട്ടുണ്ടല്ല ഇവരെല്ലാവരും. അന്ന് കൊള്ളായിരുന്നു. മാത്രമല്ല ഞാൻ കള്ള് കച്ചവടം ചെയ്യണവനാണ്, കൺട്രാക്ട് പണി ചെയ്യുന്നവനാണ്. പക്ഷേ എത്രയോ കൊല്ലങ്ങളായിട്ട് ഞാനിത് പണിയുന്നവനാണ്. കോടിക്കണക്കിന് ഒരുപാട് പേർക്ക് കേരളത്തിലും മദ്രാസിലും കർണാടകത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. ഈ എന്നെ കുറ്റം പറഞ്ഞ ഈ ഗഫൂറുണ്ടല്ലോ, അങ്ങനെ എന്നെ പണിയുന്നുണ്ട്. വിദ്യാഭ്യാസ കച്ചവടമല്ലേ ചെയ്യണത്. ഞാൻ സ്വന്തമായി വേല ചെയ്തായി വയ്ക്കുന്നത്. ഏതായാലും എന്നെ കുറ്റം കണ്ടുപിടിക്കുന്നത് അതാണ് ആ മര്യാദ. UDF ആയാലും LDF ആയാലും കേരള രാഷ്ട്രീയത്തിൽ ഈഴവൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ആയി വന്ധീകരിക്കപ്പെട്ട ഒരു സമുദായമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി അതാണ് വന്ധീകരിച്ചത്. ആ മുഖ്യമന്ത്രി കഴിഞ്ഞ പിന്നെ ആരെങ്കിലും ഉണ്ടോ? കോൺഗ്രസ്സുകാരുണ്ട്, സുധാകരൻ എന്ന് പറയാം, വന്ധീകരിച്ച് നിർത്തിയിരിക്കുകയാണ്. എല്ലാ ഈഴവരും. അടൂർ പ്രകാശുണ്ട്, എത്രയാളുണ്ട്. അത് കഴിഞ്ഞിട്ട് അതും വന്ധീകരിച്ച് അടുത്ത തലമുറ പറ. ഈ അടൂർ പ്രകാശം ഇങ്ങനെ 2-3 പേരെ എതിർപ്പുണ്ട്. രാഷ്ട്രീയ വന്ധീകരണം നടത്തിയാണ് എല്ലാ മുന്നണിയിലും ഈഴവനെ നിർത്തിയിരിക്കുന്നത്. അവൻ കഷ്ടപ്പെട്ട് ഉയർത്തി ചോര കൊടുത്ത് നിർത്തിയ വർത്തമാനങ്ങൾ പോലും അവൻ്റെ ആളുകളെ ഉയർത്തുന്നില്ല. ഈ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലും മറ്റും ഒരു വിമർശനം വന്നു. ഈഴവ സമുദായം CPM-നെ കൈയൊഴിഞ്ഞു. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനും കുടുംബവും ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിന് ഇറങ്ങി. പ്രത്യേകിച്ചും അങ്ങയുടെ ഭാര്യ ശ്രീമതി പ്രീതി നടേശൻ ചില കൺവെൻഷനുകളിലേക്ക് പോയി എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം പ്രകടമായൊരു നിലപാട് SNDPയും അങ്ങും സ്വീകരിച്ചിരുന്നു? ഇല്ല, SNDP എന്ന നിലയിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഞാൻ എന്നെ കൊണ്ടുവെക്കുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ നിന്നില്ല. നിൽക്കാനതിന് കാരണമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നിന്നായിരുന്നു ആർക്ക് വേണ്ടി? ആരിഫിന് വേണ്ടി. അത് കഴിഞ്ഞ് ജയിച്ചതിന് ശേഷം ആരിഫ് എന്താ പറഞ്ഞത്? ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പുള്ളിക്ക് വോട്ട് കുറഞ്ഞു പോയതെന്ന്. മാത്രമല്ല ആരിഫ് ഇവിടെ നിർത്താൻ പാടില്ല എന്ന അഭിപ്രായം പറഞ്ഞ ആളാണ് ഞാൻ പറയാൻ അങ്ങോട്ട് ചെന്നതല്ല. ഉത്തരവാദിത്തപ്പെട്ടവർ എന്നോട് ചോദിച്ചപ്പോൾ ആരിഫിനെ നിർത്തല്ലേ. ആരിഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ, വേണുഗോപാൽ ഇവിടെ സ്ഥാനാർത്ഥി വന്നാൽ ഞാൻ പരിങ്ങിലാകും. അതുകൊണ്ട് വേണുവിനോട് ഞാൻ ഡൽഹി വെച്ച് ചോദിച്ചപ്പോൾ വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പരിസ്ഥിതിയൊക്കെ ഇവിടെ കണക്കാക്കി ഞാൻ പറഞ്ഞ് വരുമ്പോൾ മോശമാണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പാർട്ടിയുടെ അണികളിൽ ഒരു ഇമേജും ഇല്ല. വേണ്ട, സ്വന്തം സമുദായത്തിൽ പോലും ഇല്ല. അദ്ദേഹം തന്നെ സംഭവിച്ചിട്ടുണ്ടില്ല. മണ്ണഞ്ചേരിയിലേക്ക് എന്താ ഒരുപാട് മുസ്ലിങ്ങളുള്ള പ്രദേശത്ത് പോലും 3-ാം സ്ഥാനത്തല്ല. ഞാൻ മോദി ഭരണത്തിന് ഇല്ലാതാക്കുന്നതാണ് അഖിലേന്ത്യാ ലെവലിലുള്ള മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ അജണ്ട. ആ അജണ്ട അവരോട് നടപ്പാക്കി. അവരെ ഒന്നിച്ച്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിച്ചിട്ട് കാര്യമില്ല. ഒരു അഖിലേന്ത്യാ പാർട്ടി എന്നതിൽ ഈ മോദി ഭരണത്തെ താഴെ ഇറക്കാൻ പറ്റിയത് കോൺഗ്രസ് ആണെന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് അടിപൊളിയല്ലേ വോട്ട് ചെയ്ത്. കാന്തപുരം തന്നെ സ്വന്തമാണെന്ന് വിചാരിച്ച് നടന്നല്ലേ. കാന്തപുരത്തിനോടുകൂടി വളരെ ഔദാര്യത്തോടും സ്നേഹത്തോടും ഒക്കെ പെരുമാറുകയല്ലേ നമ്മുടെ മുഖ്യമന്ത്രി. ഒരുപാട് വോട്ട് അദ്ദേഹത്തിന് കിട്ടുമെന്ന് വിചാരിച്ച് ഒരു വോട്ട് പോലും കിട്ടിയാണ്. എരണ്ട എങ്ങോട്ട് ചേർന്ന് വെള്ളത്തോടെ ചേരുള്ളൂ അവർ ചേർന്ന്. അപ്പോൾ ഇവരുടെ കണക്കിട്ട് നോക്കിയാൽ ഈ പ്രീണനം കൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഹിന്ദുക്കളുടെ ഭാഗത്ത് എന്താ പറ്റിയത്? ഈ മുസ്ലിം പ്രീണനമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവർക്ക് ഒരുപാട് അവകാശം കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അവർക്ക് അധികാരം കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ല. ഇടതുപക്ഷമായാലും നിലക്കില്ല, വലതുപക്ഷമായാലും നിലക്കില്ല. മുസ്ലിം പ്രീണനം ആണ് കൂടുതലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് ഈ മുസ്ലിം പ്രീണനം എന്ന് പറയുമ്പോൾ അതിന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം അത് സംസാരിക്കാനെന്നാണ് ഇപ്പൊ നിയമസഭയിലും പുറത്തുമുള്ള മുസ്ലിം നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ആ വസ്തുത ഇത്രയേ ഉള്ളൂ. 9 പേരെ എടുത്തതിൽ 5 പേര് മുസ്ലിമാണ്. അത് തന്നെ വസ്തുത. അത് നോമിനേറ്റ് ചെയ്താണ് തിരഞ്ഞെടുത്ത്. ഇനി അവർക്ക് അവകാശം കിട്ടാൻ കാണും, മേടിച്ചോട്ടെ. നോമിനേറ്റ് ചെയ്തതിൽ 5 മുസ്ലിം 2 ക്രിസ്ത്യാനി. അത് ശരിയായ. അത് മാത്രമല്ല, ഇടതുപക്ഷ ഗവൺമെൻറ് ഇസ്രയേലോ ഏതാണ്ടൊക്കെ അന്യ രാജ്യത്തുണ്ടായ പ്രശ്നം മുസ്ലിങ്ങൾക്ക് താല്പര്യമുള്ളതിൻ്റെ പേരിൽ ഇവിടെ എത്ര സമ്മേളനം പ്രകടനം നടത്തി ആരെ പ്രതിനിധിപ്പെടുത്താനാണ്? അപ്പോൾ എങ്ങനെ കളിച്ചാലും ഉച്ചിട്ട് കളിക്കാരൻ്റെ കളി പോലെ അവസാനം എല്ലാം കമ്പനിക്ക് അടിക്കണം, ലീഗിന് തന്നെ കിട്ടണം, മുസ്ലിം തന്നെ കിട്ടണമെന്നാണ് വയ്യാതെ. എല്ലാവർക്കും കൊടുക്കണം. അതല്ലേ സാമൂഹ്യ നീതി. ഈ സാമൂഹ്യ നീതി നടക്കാതെ വരുമ്പോഴാണ് ഈ ജാതി ചിന്ത എപ്പോഴാണ് ഉണ്ടാകുന്നത്? ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത്. അപ്പോൾ ജാതി വിവേചനം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു സാമൂഹ്യ നീതിയോട് നടപ്പാക്കണം. ഞങ്ങൾക്ക് സാമൂഹ്യ നീതി ആര് തരുന്നു? എല്ലാം വോട്ട് കുത്തി യന്ത്രങ്ങൾ. ഈ യോഗനാഥത്തിന്റെ എഡിറ്റോറിയൽ അങ്ങ് എഴുതിയല്ലോ, ഈ സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടി, ഈഴവരും ഈ തരത്തിൽ പോയാൽ ക്രൈസ്തവരുടെ പാതയിലേക്ക് മാറി ചിന്തിക്കേണ്ടി വരുമെന്ന് അങ്ങ് എഴുതിയല്ലോ. അത് എന്ത് അടിസ്ഥാനത്തിൽ? മാത്രമല്ല, ഈ കാര്യത്തിൽ നമ്മുടെ തിരുവനന്തപുരം പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് BJPക്ക് പോയിട്ടല്ലല്ലോ അവർ അവിടെ ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കാരണം ഇവർ ഈ പ്രീണനം, മുസ്ലിം പ്രീണനവുമായിട്ട് അവരുടെ സ്ഥാനാർത്ഥികൾ നിർത്തുക, അവരുടെ കാര്യങ്ങൾക്കെല്ലാം മുൻഗണന കൊടുക്കുക, അവിടെ അഖിലേന്ത്യാ ലെവലിൽ അണ്ടിക്ക് വലിയ നടക്കുന്ന മുസ്ലിം താല്പര്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമ്മേളനങ്ങൾക്ക് ഇവിടെയുള്ള ഹിന്ദുക്കൾ പ്രകടനമൊക്കെ നടത്തുക എന്ന് പറയുമ്പോൾ അതിന് മറിച്ചൊരു ചിന്ത ഉണ്ടാകും. ആ മറിച്ചൊരു ചിന്ത വരാതിരിക്കണമെന്നെങ്കിൽ എന്ന് വേണ്ട ഒരു നീതിപൂർവമായിട്ട്. ഇപ്പം എൻ്റെ സുരേഷ് ഗോപി എന്താണ് വോട്ട് അവിടെ കൊടുത്തത്? സുരേഷ് ഗോപി മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്, ക്രിസ്ത്യാനിയുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. ഞാൻ തന്നെ വസ്ത്രം പറയാൻ എനിക്ക് കുറ്റബോധമുണ്ട്. സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. 2ാം സ്ഥാനത്തെത്തുമെന്ന് ഞാൻ വിചാരിച്ചത്. 1ാം സ്ഥാനത്ത് CPI ജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നേരെ മറിച്ചല്ല വന്നത്. എന്തുകൊണ്ട്? ക്രിസ്ത്യാനികൾ മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. കാരണം അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. അഖിലേന്ത്യാ ലെവലിൽ ആരൊക്കെ തമ്മിലാണ് വഴക്ക്? ലോകം പിടിച്ചടക്കാൻ ക്രിസ്ത്യാനി മുസ്ലിം തമ്മിലാണ്. ആ വൈരുദ്ധ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൂടുമ്പോൾ ഭഗവതി കോപം മാങ്ങാച്ചൂടും എല്ലാം കൂടെ ചേർന്നപ്പോൾ ഗോപി ജയിച്ചു. ഈ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ വന്നാൽ ഇവിടെ ഈ ശ്രീമതി പ്രീതി നടേശനൊക്കെ ഈ പ്രചാരണത്തിന് പോകുന്നത് അത്തരമൊരു രീതി എന്താ സംഭവിച്ചതെന്താ? അങ്ങനെ ഒരു പ്രകടമായി അല്ല, പ്രീതി അവിടെ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നുള്ള നേരാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല എന്ന് വെച്ചാൽ അതുകൊണ്ടിപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ ഉപേക്ഷിക്കാനായിരുന്നു പറയണ്ട. അവർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്, എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ട്. ഞാനൊരു കാര്യമുണ്ട്, ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും പിണറായിയുടെ തലയിലല്ല വയ്ക്കണത്, അല്ലേ? ഈ 5 കൊല്ലം ഭരിച്ചപ്പോൾ പിണറായി മിടുക്കനായിരുന്നു. അന്നും ഈ സ്വഭാവം തന്നെയായിരുന്നു. ഇപ്പോൾ ഭരിക്കുമ്പോഴും ഇത് തന്നെയാണ്. അപ്പോൾ ഈ കുറ്റങ്ങളെല്ലാം പിണറായിയുടെ തലയിൽ വെക്കുന്നതെത്താൻ മര്യാദ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹം നോട്ടം വെച്ച്, ഇരുന്ന് വെച്ച്, നോക്കിയത് വെച്ച്, ഇപ്പോൾ പിണറായിയെ ക്രൂശിക്കാനാണല്ലോ ഇപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്നവരും പുറത്ത് നിൽക്കുന്നവരും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ നോക്കണം, കഴിഞ്ഞ പ്രാവശ്യം 5 കൊല്ലം ഭരിച്ച് ഇതേ രീതിയിലുള്ള ശൈലിയായിരുന്നു പിണറായിക്ക്. ഓരോരുത്തർക്കും ഓരോ ശൈലിയല്ലേ. നമ്മുടെ അച്യുതാനന്ദൻ എന്താ വേറൊരു ശൈലിയാണ്, ഉമ്മൻചാണ്ടിക്ക് മറ്റൊരു ശൈലിയാണ്, നയനാർക്ക് മറ്റൊരു ശൈലിയാണ്. ഇദ്ദേഹത്തിൻ്റെ ശൈലി ഇതാണ്. ആ ശൈലിയായിട്ട് പോലും കഴിഞ്ഞ ഭരണം കഴിഞ്ഞിട്ട് അടുത്ത ഭരണത്തിലേക്ക്
വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചില്ലേ മിസ്റ്ററെ? തുടർഭരണം നേടി കിട്ടി. അപ്പോൾ ഈ അന്നിപ്പോൾ പിണറായി മിടുക്കനായിരുന്നല്ല, ഇപ്പോൾ മാത്രമല്ല മിടുക്ക് പറഞ്ഞു പോയെന്ന് പറയാൻ എന്താ കാരണം? പക്ഷെ കൂടെ ഇരിക്കുന്ന ഒരു ഒള്ളുകല പലരും. അതെന്താ പറയാത്തത്? എല്ലാം പിണറായിയുടെ കുറ്റം മാത്രമാണ്. ഓരോരുത്തരും വിഴുങ്ങാൻ കാത്തു നിൽക്കുകയല്ലേ. ഞാനാണ് വലുത്. ഇപ്പോഴത്തെ ആന്റണി രാജു ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിരുന്നു. അയാളെല്ലാം പാർട്ടിയായിട്ട് ആലോചിച്ചും മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചും ഒക്കെ കാര്യങ്ങൾ ചെയ്തു. അടുത്തൊരാൾ കോൺട്രാക്ട് ബേസിൽ വന്ന് അടുത്ത ആൾ 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന ഉടനെ തന്നെ ആന്റണി രാജുവിന് എന്തുമാത്രം കൊച്ചാക്കാനൊക്കെ കൊച്ചാക്ക് താൻ പ്രമാണിയാകാനാണ് നോക്കിയത്. ആ പ്രമാണിയാകാൻ വന്ന് ചെയ്തതെല്ലാം കുളമായി എന്ന് മാത്രമല്ല, അവിടെ സ്റ്റാഫിലുണ്ടായിരുന്ന മിടുക്കന്മാരായ ആളുകളായ ഈഴവനെല്ലാം പറഞ്ഞേച്ചു. പുള്ളിക്ക് കൈവനെടുക്കുന്നതും പുള്ളി ഘോഷാന പറയുന്നതും തമ്പുരാനായിട്ട് നിൽക്കുന്ന ആളുകളെ മാത്രം, അതായത് രാമൻ്റെ മുമ്പിൽ ഹനുമാനായിട്ട് നിൽക്കുന്ന കുറേ ഹനുമാന്മാരാ അവിടെ കൊണ്ടിരുത്തി. എന്നിട്ട് കണ്ടില്ല അവിടെ വണ്ടി ഓടിച്ച് ടെസ്റ്റിംഗ്, ആ ടെസ്റ്റിംഗ് എത്ര പ്രാവശ്യം മാറ്റി പറഞ്ഞപ്പോൾ തുഗ്ലക് രാജാവിൻ്റെ ഭരണമല്ലേ, ആദ്യമൊന്നും പറ്റില്ല, പിന്നെ മാറ്റി. ഇങ്ങനെ തുഗ്ലക് രാജാവിൻ്റെ പരിഷ്കാരം പോലെയാണ് ഇന്നത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുടെ. എന്നിട്ട് വലിയ സ്റ്റൈല്, വലിയ ചമയും പത്രാസും, ഇവരെയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇവരുടെ പത്രാസും അടികൊണ്ട് കണ്ണത്ത് ഇതെല്ലാം അളിയേണ്ടതാണ്, അതാ ഭാര്യയുടെ ഭർത്താവിൻ്റെയാണ്, സ്വന്തം ഭാര്യയുടെയാണ്, അടികൊണ്ട് ഇതെല്ലാം മുഖത്ത് കാണിച്ച ഒരാളാണ്. വല്ല ജീവിതത്തിൽ സ്വഭാവശുദ്ധിയും ഉണ്ടോ മിസ്റ്ററേ? അടുത്ത കുട്ടനാടിനൊരാൾ കിടക്കുന്നത് ഇവിടെ ഒരു കെട്ടുവെള്ളം പോയിട്ട് ഒരു കടത്ത് പോട്ടത്തിൽ കയറാനുള്ള ആളില്ല. അദ്ദേഹത്തിന് മന്ത്രിയാണ്. കഴിഞ്ഞ ടൈമിലുണ്ടായിരുന്ന മന്ത്രിമാരും പലരും എല്ലാം മിടുക്കന്മാരായിരുന്നു. സുധാകരൻ സാഹിബിന് എന്താ കുഴപ്പമുണ്ടായിരുന്നു? ഐസക് സാർക്ക് എന്തായിരുന്നു? അവർക്ക് നല്ല ഭരണാധികാരികന്മാരായിരുന്നു. പിന്നീട് വന്ന ഈ ടൈമിൽ വന്ന ആളുകൾ, അപ്പോഴും പിണറായിക്ക് ഒരു കുഴപ്പമുണ്ടായപ്പോൾ ടൈമിൽ വന്ന പലരുടെയും ഭരണപരിചയക്കുറവും ചിലരെല്ലാം ദാട്ടിൻ്റെ സമീപനങ്ങളും കുറേയെല്ലാം ഇമേജിനെ കുറച്ചിട്ടുണ്ട്. ഈഴവരുടെ ഈ പോക്കിന് SNDP യോഗത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ? കാരണം ഇപ്പം നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ നമ്പൂരി മുതൽ നായാടി വരെയുള്ള സംഘടിപ്പിക്കാനായി ഭാരതീയ ജർമ്മജനസേന BDS രൂപീകരിച്ചപ്പോൾ അങ്ങ് അതിന്റെ ഒരു തലതൊട്ടപ്പനായിരുന്നു. പിന്നീട് അങ്ങ് അതിനകത്ത് അപ്പോൾ ആ ഒരു നീക്കം ഇപ്പോൾ BJPക്ക് ഗുണം ചെയ്തിരിക്കുകയല്ലേ ആണോ? അതാണല്ലേ സംഭവിച്ചത്? അല്ല, നായാടി പൊട്ട് നമ്പൂരി വരെയുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞ SNDP യോഗത്തിന്റെ വാർഷികോദ്യോഗം തീരുമാനിച്ചതാണ്. അതിനെ പൊളിക്കണമെന്നായിരുന്നു വേറെ ചിലർക്കെല്ലാം താല്പര്യം. നായരെല്ലാം തെളിവറയണമെന്നാണ് എൻ്റെ അപ്പുറം നിന്ന് വലിയ നീതിന്യായം പറയുന്നവരുണ്ടല്ലോ, അവരുടെ താല്പര്യം ഈ നായരും നമ്പൂരിൻ്റെ ഞാൻ ചീത്തമാണ്. ഞാൻ ഇനി പറയാൻ തയ്യാറല്ല, എന്നെ കൊണ്ട് കുറേ പറയിപ്പിച്ച്. ഇവിടെ നായാടി തൊട്ട് തമ്പൂരിവരുടെ ഐക്യം ഇവിടെ കേരളത്തെ അനിവാര്യമാണെന്ന് പറഞ്ഞ ബാക്കിയുള്ള അധികാരം പിടിച്ചെടുക്കാനല്ല, ഒരു സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ട്. ആ സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഒരു പാർട്ടിക്ക് എതിരല്ല, ഒരു പാർട്ടിക്ക് അനുകൂലവുമല്ല. അത് അവരവരുടെ സ്വതന്ത്രമായിട്ട്. SNDP യോഗത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായം ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. BJPക്കാരുണ്ട്, നക്സലുണ്ട്, കേരള കോൺഗ്രസിന് എല്ലാം ഉണ്ട്. എൻ്റെ ഭാര്യ ഒന്നൊരു സമ്മേളനത്തിൽ പോയി എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് SNDPക്കാരെന്ന നിലയിൽ ഞാൻ ഒരു കാര്യത്തിനും BJPക്കാർക്ക് കൊണ്ട് പ്രചരണത്തിൽ പോയിട്ടില്ല. അത് പോകാനുള്ള ഒരു ഉദ്ദേശവും തൽക്കാലമില്ല. പക്ഷേ BJPക്കാരിവിടെ വരും, കോൺഗ്രസ്സുകാരിവിടെ വരും, അതോടെ കമ്മ്യൂണിസ്റ്റുകാർ വരും, ഞാനത് കേൾക്കും. പക്ഷെ എന്നും ഒരു അടിസ്ഥാന വർഗത്തിൻ്റെ ആളായിട്ടാണ് ഞാൻ പണ്ടും ഇന്നും ഇന്നലെയും ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. ആ നിലപാടിൽ നിന്ന് ഞാൻ മാറുകയില്ല. ഈ മറ്റൊരു കാര്യം, ഈ ഭരണവുമായി ബന്ധപ്പെട്ട് അങ്ങ് സൂചിപ്പിച്ച പോലെ ഈ ഭരണത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ ഈഴവ സമുദായത്തിന് കിട്ടുന്നില്ല എന്ന് അങ്ങ് പറയുന്നുണ്ടല്ലോ. അത് എന്നാൽ ഇത് വസ്തുതാപരമായിട്ട് ശരിയല്ല എന്ന കാര്യം, കാരണം ഇപ്പോൾ ഈഴവ സമുദായത്തിന് സംവരണമുണ്ട്. എന്നാൽ മറ്റ് ഇതര വിഭാഗങ്ങൾ, അതായത് ഇപ്പോൾ മുസ്ലിം പോലുള്ള സമുദായങ്ങൾക്ക് കിട്ടുന്നതിനെ മാത്രം എതിർക്കുന്നു എന്നുള്ളതാണ് ആളുകൾ ചൂണ്ടിക്കുന്നത്. കാരണം അവർക്കും സംവരണം കൊടുക്കുക ഞാൻ എതിരല്ല, അത് വെറുതെ വ്യാഖ്യാനിക്കണത്. കാരണം എന്നെ പിൻപോയതുകൊണ്ട് ഒരു മുസ്ലിം വിരോധിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രണമാണ്. ഞാൻ മുസ്ലിമിന് കിട്ടുന്നത് ഞാനും വിരോധിയല്ല, ഞങ്ങൾക്ക് കിട്ടാത്ത കാര്യമാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസപരമായും മലപ്പുറത്തൊരു കുടിപ്പള്ളിക്കുളമുണ്ടാ ഞങ്ങൾക്ക്, വയനാട് ഞങ്ങൾക്കുണ്ടാ, കാസർഗോഡുണ്ടാ, എറണാകുളത്ത് പോലും ഉണ്ടാ. SNDS ഇത്രയും രാജ്യം ഭരിച്ചല്ല, ഓരോരുത്തരും മാറി മാറി. എന്താ ഞങ്ങൾക്ക് ചോദിക്കുമ്പോൾ തരാൻ മതി? അപ്പോൾ സംഘടിത മതശക്തികളും ഇവിടെ എല്ലാം സമ്മർദ്ദം തമ്മിൽ ചെയ്ത് വാങ്ങാനുള്ള ഇച്ഛാശക്തി അവർക്കുണ്ട്. ഞങ്ങൾക്ക് സമ്മർദ്ദം ചെയ്യാൻ നിവൃത്തിയില്ല. ശങ്കറിന് ശേഷം നിങ്ങൾ 60 കൊല്ലമായില്ലേ മിസ്റ്ററെ? ശങ്കർ സാറിന് ശേഷം
ബേബി ജോൺ ഇരിക്കുന്ന കാലത്ത് മാത്രമാണ് 3 കോളേജ്, ചാത്തന്നൂരും ചെങ്ങന്നൂരും ഷൊർണൂരും. തന്നിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ബാക്കിയുള്ളവർക്ക് കൊടുത്തു നോക്ക്. ഓരോരു കൊടുത്ത കോഴ്സുകൾ, കോളേജുകൾ സർക്കാർ ശമ്പളം കൊടുക്കണം. പക്ഷേ ഞങ്ങൾക്ക് എന്ത് തന്നോ? വിദ്യാഭ്യാസപരമായി ഞങ്ങൾ വളരെ താഴെയാണ്. ഈ നമ്മുടെ BJPയുടെ വളർച്ചയ്ക്കൊപ്പം ഈ ഈഴവ സമുദായത്തിന്റെ പോക്ക് കൂടിയാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ട് ചർച്ചയാവുന്ന ഒരു വിഷയം. അപ്പൊ ഈ ഈഴവ സമുദായം പണ്ടത്തെക്കാൾ സാമൂഹ്യമായും സാമ്പത്തികമായും വളർന്നു. അങ്ങ് പറഞ്ഞ പോലെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം വന്നാലും വിദ്യാഭ്യാസപരമായി കുറച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ സമൂഹത്തിൽ വന്നു. അത് വളരെ കുറച്ച് മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തണം. അല്ല അപ്പോൾ ഞാൻ പൊതുവായ ഒരു കാര്യം പറയാം. അപ്പോൾ ഇത്രയും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും ഒക്കെ മുന്നേറിക്കൊണ്ട് വരുന്നൊരു സമൂഹം പിന്നീട് ഈ ഹൈന്ദവ സ്വത്വം ആർജിക്കുന്നതിലേക്ക് പോകുന്നതാണോ ഈ വോട്ട് ഷിഫ്റ്റിന്റെ കാരണം? അല്ല, അത് കാരണം എന്ന് വെച്ചാൽ പാർട്ടി കുറേ കൂടെ പ്രായോഗിക ചിന്ത വേണം. ഈ അടിസ്ഥാന വർഗത്തെ കൂടെ നിർത്തണം. ചോര കൊടുത്തും നീര് കൊടുത്തും വളർത്തിയ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തേക്ക് ഇത് ഇന്നിപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ ഈ രംഗത്തുണ്ട്. അവർ ചിന്തിക്കുന്നവരാണ്. അവർക്ക് അവസരം കൊടുക്കാതെ ഇന്നലെ വഴിയെ വന്നവനെല്ലാം ഇവരെല്ലാം തലേക്കറി മുകളിലോട്ട് പോവുകയാണ്. മറ്റു സമുദായങ്ങൾ ഈ ഡിഫറൻസ്, ഇതിൻ്റെ അസംതൃപ്തി ഇന്ന് ഇടതുപക്ഷത്തിനകത്തുണ്ട്. ഇപ്പോൾ സുധാകരൻ സാർ ഇവിടെ നിന്നിരുന്നെങ്കിൽ പാട്ടും പാടി ജയിക്കലായിരുന്നു. നിർത്തിയില്ല. ചില ന്യായം പറഞ്ഞ് ഐസക് സാറിന് അവിടെ കൊണ്ട് നിർത്തിയത് എന്തിന്? അതിന് പോലെ അതിൻ്റെ പുറകെ ആളുണ്ടായിരുന്നു. ജയിച്ച 2 സീറ്റ് ഒരു ആലോചന കുറവുകൊണ്ട് പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ആരിഫിനെ മത്സരിപ്പിക്കരുതെന്ന് അങ്ങയുടെ അതിൽ അഭിപ്രായം ചോദിച്ചത് ആരാണ്? ഈ CPMന്റെ ഉന്നത നേതൃത്വത്തിനുമാണ് ചോദിച്ചത്. എന്നാലും പേര് വെളിപ്പെടുത്താൻ ഞാൻ ചെയ്തില്ല. പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, ചെറിയ ആളല്ല. പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ വന്നാലും നമുക്കിവിടെ ആരെ നിർത്തി മത്സരിപ്പിക്കണം എന്നുള്ള അഭിപ്രായങ്ങൾ കൊടുത്തു. ഞാനൊരു പാർട്ടിയുടെ സഹായാർത്ഥിയാണ്. എത്രയോ കൊല്ലങ്ങളായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഈ ആളെ നിർത്തരുത്, തോറ്റുപോകും, ഇമേജ് വളരെ മോശമാണ്, പാർട്ടി അണികളിൽ പോലും അഭിപ്രായമില്ല. പിന്നെ ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് ചെയ്യുന്നത്, വേറെ ആരുടെ പേര് ഞാൻ പറയില്ല. ഈ പാർട്ടി സഹായത്തിന് ഇത്തവണ വോട്ട് ചെയ്ത് പാർട്ടിക്കാണോ? അത് ഞാൻ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അത് രഹസ്യമായി ചെയ്യുന്നൊരു കാര്യം ഞാൻ പരസ്യമായി പറയുന്നൊരു കൗതുകം കൊണ്ട് ചോദിച്ചു. ആ കൗതുകം നമ്മുടെ ചർച്ച ചെയ്യണ്ട. അത് പബ്ലിക്കിനെ അറിയിക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ രഹസ്യമായിട്ട് സമ്പ്രദായം. ഈ പൊതുവിൽ അപ്പോൾ ഈ മുസ്ലിം പ്രീണനവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണെന്നാണോ അങ്ങ് പറഞ്ഞു? വീണ്ടും മുസ്ലിം പ്രീണനം മാത്രമല്ല, ന്യൂനപക്ഷ പ്രീണനം. മാണി സാറിന്റെ മോനെ ആരാക്കി? അത് സ്വന്തം സാക്രിഫൈസ് അല്ലേ ഇടതുപക്ഷം? CPM സാക്രിഫൈസ് അല്ലേ ഒരു സീറ്റ് അങ്ങോട്ട് കൊടുത്തത്? മുസ്ലിം മാത്രം എന്തിനാ പറഞ്ഞത്? ഈ കേരള കോൺഗ്രസിനെ തോറ്റ് തുന്നം പാടില്ലേ? അവനെ ജയിപ്പിച്ചില്ലേ? അവർ പ്രവൃത്തി ദോഷമല്ലേ? ആ MLA ആ MP എന്താ നോക്കാൻ കാരണം? ആ പ്രദേശത്ത് MP ഫണ്ട് കിട്ടിയപ്പോൾ പോലെ ആർക്കാ കൊടുത്ത്? നിങ്ങൾ വിവരാവകാശം വഴി എടുത്തു നോക്ക്. പക്ഷെ അവരും ഒരു ഘടകകക്ഷിപ്പെട്ട ആളെന്ന നിലയിൽ CPM വലിയ ത്യാഗമില്ല കാണിച്ചത്, വളരെ സാക്രിഫൈസ് ഇല്ലേ? അവർക്കുള്ള സീറ്റ് പോലും മറ്റാൾ നിലനിർത്താൻ വേണ്ടി കൊടുത്തില്ലേ? ഇങ്ങനെ എന്നും കൊടുക്കുന്ന ഒരു ധർമ്മപുത്രനായിട്ട് ഇരുന്നാൽ മതി ഇടതുപക്ഷ പ്രസ്ഥാനം. അങ്ങനെ ധർമ്മപുത്രനായിട്ട് ഇരുന്നിരുന്നിരുന്ന് അവസാനം ധർമ്മക്കാരനായി പോകല്ലേ? ഈ അടിസ്ഥാന വർഗത്തിന് കൊടുക്കാൻ അവരെ പിന്നെ ഒന്നുമില്ലാതെ പോകല്ലേ? അവർക്ക് കൊടുക്കാൻ അവരുടെ കൈ വിഭവങ്ങൾ ഉണ്ടാകണ്ടേ? ഈ അവസാനമായിട്ട് ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ ഇപ്പോൾ ഉള്ള പ്രാതിനിധ്യത്തിൽ ഒക്കെ അങ്ങേക്ക് തൃപ്തിയുണ്ടോ? കാരണം ഈഴവ സമുദായത്തെ അങ്ങ് മുഖ്യമന്ത്രി അല്ലാതെ ആരെയും പിന്നീട് പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണി അത്തരം അതിൽ ഈഴവ പ്രാതിനിധ്യം തുടങ്ങിയ ആവശ്യങ്ങൾ SNDPക്കുണ്ടോ? ഞാൻ അതിനെപ്പറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ MLA ആയിട്ട് എത്ര ഈഴവനുണ്ടപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ആരുണ്ട്? ഒരാൾ. കായംകുളം. എറണാകുളത്ത് നിന്ന് ഒരാൾ, കൊല്ലത്ത് നിന്ന് ഒരാൾ, കോട്ടയത്ത് നിന്ന് ഒരാൾ. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. ഞങ്ങൾ ആൾ കടത്തിവിടുന്നുണ്ടോ? ഞങ്ങളെല്ലാം ഇങ്ങനെ ഓട്ട് കുത്തിയ അത്രങ്ങളല്ലേ? മറ്റുള്ളവരെ ജയിപ്പിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരല്ലേ ഞങ്ങൾ? ആലപ്പുഴ പോലും പരിഗണിക്കാൻ പോയത് എന്താണ് പറ? കുട്ടനാട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മഹാഭൂരിപക്ഷം പിന്നോക്കക്കാരും ദളിതുള്ള പ്രദേശമാണ്. എന്നും അവിടെ ആരെ കൊണ്ടുപോകണം? ന്യൂനപക്ഷമാണ് കൊണ്ടുപോകണം. അവിടെ ഈ പാർട്ടി എന്ന് പറഞ്ഞാലോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാലോ അഞ്ജനമെന്നത് എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന് ചിന്തിക്കുന്ന പറയുന്ന അത്തരം അജ്ഞനായ ഒരാളാണ് അവിടെ തിരഞ്ഞെടുത്ത് വരുന്നത്. വോട്ട് കൊടുക്കുന്ന ആരാണ്?
ഈ പിന്നോക്കക്കാരൻ. ജയിക്കുന്ന ആരാണ്? ആരുടെ പറഞ്ഞ ആളുണ്ട്? NCP എന്ന് പറയും. ആരുണ്ട് സുഹൃത്തെ? ഇങ്ങനെ എന്നും സാക്രിഫൈസ് ചെയ്യുന്നൊരു ഭാഗമാണ് ഞങ്ങൾ. ഇതൊക്കെ ഒന്ന് കാണണ്ടേ? എന്നും അവിടെ നിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളായിട്ട് നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഇടതുപക്ഷത്തിൽപ്പെട്ട ആളുകളും പിന്നോക്കക്കാരൻ ജയിച്ചിട്ടുണ്ടെന്നല്ലേ കുട്ടനാട്. അവരെല്ലാം ഇപ്പോൾ വെട്ടി നിർത്തി കൊണ്ടുപോകല്ലേ ഓരോരുത്തരും. ഈ പിന്നെ ഐക്യമുന്നണി എന്ന UDF എന്ന LDFൻ്റെ അതിൻ്റെ ത്യാഗം വന്ന് വെട്ടിമാറ്റുന്ന മുഴുവൻ ആരാണ്? ഈഴവന്, പിന്നോക്കക്കാരന്, പട്ടികജാതിക്കാരന്. ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം നേരത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തുകയാണ്. മുസ്ലിം പ്രീണനം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രീണനം നൽകുന്നു പൊതുവായിട്ടാണ്. മുസ്ലിങ്ങളുടെ ഏതെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് എതിർക്കുകയോ ചെയ്യുന്നതല്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ വിശദീകരണം. നന്ദി. താങ്ക് യു.